മുട്ട സുർക്ക അത് പല ഭാഗങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചില ഭാഗങ്ങളിൽ മുട്ട സുർക്ക ഒരു സ്നാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. മലബാർ ഭാഗത്ത് ഇത് ചിക്കൻ കറിയും ബീഫ് കറിയുടെയും കൂടെയാണ് ഇത് കഴിക്കുന്നത്. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. 1 കപ്പ് പച്ചരിക്ക് 2 മുട്ട എന്നതാണ് കണക്ക്. ഇതിലേക്ക് 2 മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. ശേഷം ഇതിലേക്ക് 2 സ്പൂൺ ചോറും കൂടി ചേർക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഇത് നന്നായി അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്ത മാവിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞത്, 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, ഒരല്പം കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത്, പിന്നീട് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. ഇതെല്ലാം ഇതിലേക്കിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർക്കാം. ചേർത്ത് ഇത് മിക്സ് ചെയ്ത് നമുക്ക് ചുട്ടെടുക്കാം. ഇത് നല്ല കുറുകിയ ഒരു മാവായിരിക്കണം. വെള്ളം കൂടാതെ നമ്മൾ ഇഡലി മാവിൻ്റെ പരുവത്തിൽ ഉള്ള ഒരു മാവ്. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിൽ ഒഴിച്ച് ചുട്ടെടുക്കാം. എണ്ണ ചൂടാകുമ്പം അതിലേക്ക് ഒഴിച്ച് ചുട്ടെടുക്കാം. ഒരു മീഡിയം തീയിൽ ചുട്ടെടുക്കണം. അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ട സുർക്ക റെഡി ആയിട്ടുണ്ട്. ഇത് കറിയില്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.